സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ കുടിച്ച് ലക്കില്ലാതെ ഇസബല്ലയുടെയും കെവിൻ്റെ അടുത്തുനിന്ന് ഞാൻ വീട്ടിൽ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുന്നുണ്ട്. ഇതേ സമയം ഇസബല്ല പറയുന്നുണ്ട്, അവനെ തൽക്കാലം നമുക്ക് വിട്ടേക്കാം, എന്തായാലും അവനെയും കൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിയെടുക്കും. ഇപ്പോൾ അവൻ നമ്മളോട് സംസാരിച്ചത് വെള്ളത്തിൻ്റെ പുറത്തായതുകൊണ്ട് അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന്. ആ സമയം കെവിനും പറയുന്നുണ്ട്, അത് ശരിയായിരിക്കില്ലേ, അവനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേന്ന്. പക്ഷേ നമ്മളുടെ കെവിനും ഇസബല്ലയും എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ നന്ദനെ ട്രാപ്പിലാക്കിയേക്കണം. നന്ദനാണെങ്കിൽ ഒരു ശുദ്ധഗതിക്കാരനാണെന്ന് ഇസബല്ലയ്ക്കും അറിയാം, കെവിനും അറിയാം. പിന്നെ കെവിൻ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യവും കൂടെ നമ്മളുടെ ഇസബല്ല മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നന്ദൻ്റെ ജീവിതം തകർത്തിട്ട് നന്ദൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഇടിച്ചു കയറുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഇസബല്ലയ്ക്കുണ്ട്. പക്ഷേ നമ്മളുടെ നന്ദനക്കത് മനസ്സിലാവണമെന്നില്ല. പിന്നീട് നന്ദൻ പോണ വഴിക്ക് ഈ ഋഷിയെ കണ്ട് പേടിച്ച് ഓടുമ്പം നന്ദൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. നന്ദൻ അങ്ങനെ ബോധം കെട്ട് കിടക്കണ കാണുമ്പം കുറച്ച് വഴിയാത്രക്കാർ വന്നിട്ട് ഇതേ ഒരാളവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ടോർച്ച് തെളിച്ച് നോക്കുന്ന സമയത്ത് അവരിൽ ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകനാണ്. അങ്ങനെ അയാൾ എന്തായാലും എൻ്റെ കയ്യിൽ സിദ്ധാർത്ഥൻ സാറിൻ്റെ നമ്പറുണ്ട്, ഞാൻ സാറിനൊന്ന് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥൻ ഫോണെടുത്ത് ഹലോ എന്ന് ചോദിച്ചതും, സാറേ ഇത് എനിക്ക് സാറിനെ പരിചയമുണ്ട്, സാറിൻ്റെ മകൻ ഇവിടെ ബോധമില്ലാണ്ട് കിടക്കുക, എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്ന് അറിയില്ല, അതും ഇനിയിപ്പോൾ കുടിച്ച് ലെവലില്ലാണ്ടായതാണോ എന്നും അറിയില്ല, ദേഹത്ത് പരിക്കുകളൊന്നും കാണുന്നില്ല. ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാനേ പറ്റണില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ നന്ദനാണോ, നിങ്ങൾക്ക് ആൾ മാറിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ, സാറിൻ്റെ മകൻ തന്നെയാണ്, ഞങ്ങൾക്ക് ആളൊന്നും മാറിയിട്ടില്ല, അപ്പോൾ എവിടെയാണ് കിടക്കണേന്ന് ചോദിക്കുമ്പം അവർ കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്താമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം പ്രഭാവതിയും നന്ദനും കൂടെ ചേർന്നാണല്ലോ ദേവികയെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. അന്ന് ദേവിക ഒരുപാട് പ്രാവശ്യം ഇവരോട് പറഞ്ഞത് ആ പ്ലാന്റിന് അനുമതി കൊടുത്താൽ ശരിയാവില്ല എന്ന്. പക്ഷേ അത് അംഗീകരിക്കാതെ പ്രഭാവതിയുടെയും നന്ദൻ്റെയും നിർബന്ധം സഹിക്കാൻ പറ്റാണ്ട് തന്നെയാണല്ലോ ദേവിക അനുമതി കൊടുത്തത്. എന്നിട്ടിപ്പോൾ ദേവികയോട് സിദ്ധാർത്ഥനാണെങ്കിൽ വളരെ മോശമായിട്ടും പരുഷമായിട്ടും പെരുമാറുന്ന കാണുമ്പോൾ പ്രഭാവതിക്ക് അത് കണ്ട് വിഷമമുണ്ട്. പക്ഷേ സത്യങ്ങൾ സിദ്ധാർത്ഥനോട് തുറന്ന് പറയാനുള്ള ധൈര്യം പ്രഭാവതിക്കില്ല. അങ്ങനെ പ്രഭാവതി വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭയെന്നും പറഞ്ഞ് വിളിക്കുന്നത്. അന്നേരം പ്രഭാവതി പെട്ടെന്ന് തന്നെ ഞെട്ടിക്കൊണ്ട് എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പം നന്ദന് എന്തോ ഒരു അപകടം പറ്റിയെന്നും പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് പോവുക, നന്ദുവിന് എന്താ പറ്റിയെന്ന് ചോദിച്ച് പ്രഭാവതി വേവലാതി പിടിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത്, എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, ഞാനും കൂടി വരാം സിദ്ധു എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, വേണ്ട പ്രഭ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇതേ സമയം ഇവരുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക ഇവരുടെ സംസാരം കേട്ടതും ഓടി വന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നന്ദുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയോടായിട്ട് പോലെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നന്ദന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, അമ്മ വരണ്ട, അമ്മ ഇവിടെ നിന്നോ, ഞാനും അച്ഛനും പോയിട്ട് വരാമെന്ന്. അങ്ങനെ ദേവിക പോകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ വേറെ ആരും വരണ്ട, എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന്. അത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വന്നിട്ട് ദേവിക ഇങ്ങനെ കരയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്താ സിദ്ധു ഇങ്ങനെയൊക്കെ പറയണേ, ദേവികയും വന്നോട്ടേന്ന്. അങ്ങനെ ദേവികയും പറയുന്നുണ്ട്, ഞാനും വരാം അച്ഛാ, അച്ഛൻ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കണേ, എന്നോട് പൊറുക്കാൻ അച്ഛന് പറ്റില്ല അച്ഛാ, ഞാൻ വരും അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ കൂടെ പോകുമ്പം പിന്നെ സിദ്ധാർത്ഥനൊന്നും പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ നന്ദൻ കിടക്കുന്നിടത്തേക്ക് ഇസബല്ല വരുന്നുണ്ട്. ഇസബല്ല വന്നതും നന്ദനെ ഇസബല്ലയുടെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. ആ സമയത്ത് അവിടെ നിന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പം എൻ്റെ ഫ്രണ്ടാണ് ഇവൻ ഇന്ന് മദ്യപിച്ചത് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ ബോധമില്ലാതായെന്ന്. പക്ഷേ ഈ ഇസബല്ല ഈ വിവരം അറിഞ്ഞ എങ്ങനെയാണെന്നൊന്നും കാണിക്കണില്ല. മിക്കവാറും നമ്മളുടെ ഋഷിയെ ഈ നന്ദനെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് ഇസബല്ലയും കെവിനും കൂടെ ചേർന്നായിരിക്കും. 90% ഋഷി മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കാണിക്കുന്ന എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ നന്ദനെ പേടിപ്പിക്കാനായിട്ട് വരുന്നത് ഒരിക്കലും ഋഷിയുടെ പ്രേതമൊന്നുമല്ല, ഒറിജിനൽ ഋഷി തന്നെയാണ്. ഇത് വെച്ച് ഇവർ നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ദേവികയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസബല്ല വന്ന് ഈ നന്ദനെ കാറ് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥനും ദേവികയും കൂടി ഫോൺ ചെയ്തപ്പം അയാൾ പറഞ്ഞ ആ ലൊക്കേഷനിൽ എത്തുന്നുണ്ട്. ആ സ്ഥലത്ത് എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ നന്ദനെ കാണില്ല. അവിടെ നിൽക്കുന്ന ആളുകളോട് നന്ദൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അത് ഒരു മേഡം വന്ന് അയാളെ കാറി കയറ്റി കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, മേഡോ ഏത് മേഡാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അടയാളമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, മിക്കവാറും അത് ഇസബല്ല ആയിരിക്കും, ഇവർ പറയണ കേട്ടിട്ട് എനിക്ക് ഇസബല്ല എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഇസബല്ലയോ അതാരാ?
അന്നൊരു ദിവസം വീട്ടിൽ വന്നില്ല വെച്ചാൽ നന്ദുവിൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ആ ഇസബല്ലേ ആയിരിക്കും എന്ന് പറയുമ്പം നന്ദുവിന് ഇതുവരെ അങ്ങനെ ഒരു ഫ്രണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ പുതിയതായിട്ട് എവിടെ നിന്ന് ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം അച്ഛനോട് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ അച്ഛൻ എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. നന്ദുവിന് കുറച്ച് ദിവസമായിട്ട് ഇസബല്ലയുമായിട്ട് ഒരു കറക്കമൊക്കെ ഉണ്ട്, അതൊന്ന് നിയന്ത്രിക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം അച്ഛാ, വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഇസബല്ല നന്ദുവിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിലോ എന്ന്. അങ്ങനെ സിദ്ധാർത്ഥനും ദേവികയും കാറ് കയറി വീട്ടിലോട്ട് തന്നെ പോകാൻ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ചന്ദ്രോത്ത് പ്രഭാവതിയാണെങ്കിൽ ഇവർ പോയിട്ടൊരു വിവരം ഇല്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. അന്നേരം പ്രഭാവതി ഓർക്കുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഞാൻ ഒരുത്തിയ അന്ന് ഋഷിയും ഞാനുമായിട്ടുണ്ടായ ആ പ്രശ്നം കൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്. നന്ദു ആ കൊലക്കേസിൽ പ്രതിയായതും ഞാൻ കാരണം. എനിക്ക് അന്ന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിൻ്റെയും കാരണക്കാർ ഞാൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് വണ്ടിയുടെ ഒച്ച കേട്ടതും സിദ്ധു വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഓടി വന്ന് ഇറങ്ങുന്ന സമയത്ത് കാണുന്നത് നമ്മളുടെ ഇസബല്ലയുടെ കാറാണ്. വേഗം തന്നെ പ്രഭാവതി ഇറങ്ങി വന്നിട്ട്, ഇതാരാ ഇസബല്ലയാലോ, നന്ദുവിന് എന്താ പറ്റിയ ഇസബല്ല എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പം നന്ദുവിന് കുഴപ്പമൊന്നുമില്ല ആൻറ്റി, അവൻ മദ്യപിച്ചത് ചെറിയ കൂടിപ്പോയി, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആൻറ്റി ഒന്ന് വന്നേ, നന്ദുവിനെ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് പ്രഭാവതിയും ഇസബല്ലയും കൂടെ കൂടി ചേർന്ന് നന്ദനെ കാറിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ പ്രഭാവതി നന്ദൻ്റെ അവസ്ഥ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ നിനക്ക് പറ്റിയ, നീ എന്താ വല്ലാണ്ടിരിക്കണേ, നിനക്ക് എന്താ പറ്റിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മേ ഋഷി എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഋഷിക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഋഷി എന്നെ പേടിപ്പിക്കാൻ വന്നമ്മേ, ഋഷി എന്നെ കൊല്ലാനായിട്ട് വന്നു, അത് കണ്ട് ഞാൻ പേടിച്ചോടിയതാ, പെട്ടെന്ന് ഞാൻ ബോധമില്ലാതെ വീണു പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അമ്മേ. ആ സമയത്ത് ഇസബല്ലയാണെങ്കിൽ ഗൂഢമായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഋഷിയെ പറഞ്ഞു വിട്ടത് ഇസബല്ലയും കെവിനും കൂടി ചേർന്ന് തന്നെയായിരിക്കും. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഋഷിയുടെ ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതുണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അമ്മ, എന്തായാലും എനിക്ക് പേടിയായി, ഇനി ഞാൻ പുറത്തേക്കൊന്നും പോകണില്ല എന്നും പറഞ്ഞ് നന്ദന അങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എടാ നന്ദ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമാണുള്ളൂ, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കും, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ, നിൻ്റെ കൂടെ ഞാനില്ലേന്ന്. സമയത്ത് പ്രഭാവതിക്ക് ഇസബല്ലയുടെ നന്ദനോടുള്ള പെരുമാറ്റം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ലെങ്കിലും ഈ നന്ദനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇസബല്ല ആയതുകൊണ്ട് തന്നെ പ്രഭാവതി തിരിച്ചൊന്നും പറയണമില്ല. പിന്നീട് പ്രഭാവതി ഇസബല്ലയും കൂടി ചേർന്ന് നന്ദനെ വിളിച്ച് റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയ സമയത്ത് ഇസബല്ലയാണെങ്കിൽ പ്രഭാവതിയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു, ആൻറ്റി എടുത്ത് തരാമെന്ന് വയ്ക്കുമ്പോൾ അതിനെന്താ മോളെ, ഞാനിപ്പോൾ തന്നെ വെള്ളമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ എങ്ങനെയെങ്കിലും ദേവികയെ നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് നന്ദൻ്റെ ജീവിതത്തിലേക്ക് കയറി കൂടണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നന്ദൻ്റെ അടുത്തിരുന്ന് നന്ദൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രഭാവതി താഴേക്ക് ഇറങ്ങി ചെന്നതും കാണുന്നത് സിദ്ധാർത്ഥനും ദേവികയും തിരിച്ചു വന്നതാണ്. ദേവിക പ്രഭാവതിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ആരാ അമ്മേ കാറിൽ വന്നത്, നന്ദു ഇങ്ങോട്ട് വന്നോ, നന്ദുവിനെ കൊണ്ടുവന്നത് ആരാന്ന് ചോദിക്കുമ്പം മോളിങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, നന്ദനെ ഇസബല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. എന്നിട്ട് നന്ദൻ എവിടെയെന്ന് ചോദിക്കുമ്പം നന്ദൻ മോളിൽ റൂമിലുണ്ട്, മോളങ്ങോട്ട് ചെല്ല്, അവനിപ്പോൾ ആകെ വിഷമത്തിലാണ്, എന്തായാലും മോളവനെ വഴുക്ക് പറയാനൊന്നും നിൽക്കണ്ടാന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അവന് എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പം അവനെങ്ങാണ്ട് കുടിച്ചത് ഇത്തിരി കൂടിപ്പോയി സിദ്ധു, അതുകൊണ്ട് പറ്റിയതാന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അവനക്ക് ഇങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ആ കെവിൻ വന്നതിന് ശേഷമാണല്ലോ അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വന്നേക്കണേ, ഇപ്പോൾ പുതിയൊരു കൂട്ടുകാരിനെയും കിട്ടിയിട്ടുണ്ടല്ലോ ഇസബല്ല, ഇവരൊക്കെ ഇത്രയും നാളും എവിടെയായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത്. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ മറുപടി ഒന്നും പറയാൻ പറ്റണില്ല, ഞാൻ സിദ്ധുവിനോട് എന്ത് പറയും, ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഭഗവാനെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ നന്ദനെ റൂമിൽ കിടത്തിയതിന് ശേഷം ഇസബല്ലയാണെങ്കിൽ നന്ദൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസബല്ലയുടെ മുഖത്ത് പാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്ദനോട് അടങ്ങാത്ത ഒരു പ്രണയവും ഇസബല്ലയുടെ മനസ്സിലുണ്ടെന്ന്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തോ നന്ദനെ ഇസബല്ലയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ദേവികയുമായിട്ടുള്ള പ്രണയം കൊണ്ട് നന്ദൻ ഇസബല്ലയെ മൈൻഡാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നഷ്ടബോധം ഇസബല്ലയുടെ മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ നന്ദൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് നന്ദൻ്റെ അടുത്ത് ഇസബല്ല ഇരിക്കുന്ന സമയത്താണ് ദേവിക അങ്ങോട്ട് കയറി ചെല്ലണത്. ദേവികയ്ക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കാണുമ്പോൾ നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, ഇസബല്ല നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ, ആ എന്താ ദേവി നീ അങ്ങനെ ചോദിക്കണേ, ഞാൻ നന്ദനെയും കൊണ്ട് വന്നതാണ്, അപ്പം നന്ദൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാന്ന് പറയുമ്പം, നന്ദൻ എൻ്റെ ഭർത്താവല്ലേ, അല്ലാതെ ഇസബല്ലയുടെ ഭർത്താവൊന്നുമല്ലല്ലോ, ഞാനിവിടെ ഉള്ളപ്പം നന്ദനെ ആശ്വസിപ്പിക്കാൻ ഇസബല്ലയുടെ ആവശ്യമൊന്നുമില്ല, നന്ദനെ ഞാൻ ആശ്വസിപ്പിച്ചോളാം
നോക്കിക്കോളാം. അതല്ല ദേവിക, ഞാൻ നന്ദനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിയിരുന്നാന്ന് പറയുമ്പം എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇസബെല്ല കൂടുതൽ ഇടപെടുകയൊന്നും വേണ്ട, നന്ദൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി മേലാൽ ഇസബെല്ലയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ കാണരുതെന്ന്. അത് കേട്ടതും ഇസബെല്ല ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, എന്തായാലും നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പോവാമെന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പം അവിടെ വെച്ച് പ്രഭാവതിയാണെങ്കിൽ ഇസബെല്ലയ്ക്കുള്ള വെള്ളമായിട്ട് വരുന്നുണ്ട്. വെള്ളം കൊണ്ട് പ്രഭാവതി ഇസബെല്ലയുടെ അടുത്തേക്ക് വന്നതും, വേണ്ട ആൻറ്റി എനിക്ക് വെള്ളമൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇസബെല്ല അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കേട്ടതും പ്രഭാവതിക്ക് ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് പ്രഭാവതി ആ വെള്ളവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.